തങ്ങളെ കിനാവ് കാണാൻ ഒരാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നബി തങ്ങളെ കിനാവ് കാണണമെന്ന് ശക്തമായി ആഗ്രഹിക്കണം. അതിന് നമ്മൾ പൂതിയൊക്കെ എന്ന് പറയും. ആ കണ്ടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും കാണൂല. കണ്ടേ പറ്റൂ എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റിയാൽ അവൻ കണ്ടിരിക്കും. അത് ഈ കാര്യം മാത്രല്ല, ഏത് കാര്യം അങ്ങനെയാണ്. ഒരാൾക്ക് കുവൈത്ക്ക് പോയേ പറ്റൂ എന്ന് ആഗ്രഹമാണെങ്കിൽ ഓൻ രാത്രി പോവുമല്ലോ, ഉറക്കത്ത് പോവും. വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, യുദ്ധം പ്രശ്നമല്ല. ഓൻ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ തന്നെ വരും. സമയം അരമണിക്കൂറായിട്ടുണ്ടാവുള്ളൂ എന്ന് മാത്രം പോവും. ആഗ്രഹം ശക്തമാണെങ്കിൽ ഏത് കാര്യവും ഉറക്കത്തിന് നേടിയിരിക്കുമെന്നതാണ്. അതിനാൽ രണ്ടാമത്തെ കാര്യം അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. കാണാണെങ്കിൽ കണ്ടോട്ടെ എന്നൊന്നും വിചാരിച്ചോണ്ടൊന്നും കാണൂല. എനിക്ക് എന്തായാലും കാണണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ കാണുള്ളൂ എന്നതാണ് കാര്യം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണാൻ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് നബി തങ്ങളുടെ ശരീരം പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം അതിശക്തമായ ആഗ്രഹമുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം ഈ കിനാവ് എന്ന് പറയുന്നത് ആത്മാവിന്റെ യാത്രയാണ്. നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ റൂഹ് ഹയാത്തല്ല, ജീവനല്ല, ആത്മാവ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ ആത്മാവിനുണ്ടാകുന്ന അനുഭവങ്ങളാണ് കിനാവ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ആത്മാവ്, ജീവനല്ലട്ടോ, ജീവന ഹയാത്ത് എന്നാ പറയാ, അള്ളാഹുവിങ്കൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ നിക്ഷേപത്തിനാണ് റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് അള്ളാഹുവിന്റെ ഹദീറത്തുൽ ഖുദുസ് എന്ന പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ റൂഹിനുണ്ടാകുന്ന അനുഭവങ്ങൾക്കാണ് കിനാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, അതുപോലെ മലക്കുകൾ എല്ലാവരും രാത്രി സമയങ്ങളിൽ മദീനയിലേക്ക് യാത്ര ചെയ്യുമെന്നാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രമാകുന്നു മദീന.